എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് ദേഷ്യപ്പെടും. സത്യം പറയാം, ഗെയിം കളിച്ച് മതിയായിട്ടില്ല. ഇപ്പോഴും എനിക്ക് ത്രില്ഡാണ് ഞാൻ. ഇത് രണ്ടാമത്തെ പാറപ്പൻ. ഞാനേ പെട്ടെന്ന് ഇത് ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോഴേ ചെവി ഒന്ന് അടഞ്ഞിരിക്കുകയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, കളി ഇഷ്ടപ്പെട്ടില്ലേ? അത് എല്ലാ പ്രേക്ഷകരും എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ പ്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ ഗെയിം ആസ്വദിച്ച് വരുമായിരുന്നു. അതിപ്പോൾ എങ്ങനെയാണ് ഇതിപ്പോൾ സംഭവിച്ചതെന്നൊക്കെ എനിക്ക് വീട്ടിൽ നിന്നിട്ട് വന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത്ര നേരം കുറേ കാത്തിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ പെട്ടെന്നുള്ള പുറത്താക്കൽ പ്രതീക്ഷിക്കുന്നു. ഞാൻ പെട്ടെന്നുള്ള പുറത്താക്കൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു നല്ല ഗെയിമറായിരുന്നു എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? അതാണ് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. അപ്പോൾ എനിക്കറിയില്ല അതെന്താ സംഭവിച്ചത്. എനിക്ക് വീട്ടിൽ നിന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കണം. അത് എങ്ങനെയാണ് സംഭവിച്ചത് നമുക്കറിയില്ല. അതായത് നോക്കാം. എന്തായാലും ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിൽ ബിഗ് ബോസ് എനിക്ക് നല്ലൊരു അവസരമാണ് തന്നത്. തൃശ്ശൂർ പൂവനത്ത് ഒരു ചെറിയ സാധാരണക്കാരനായിട്ടുള്ള ഞാൻ അമ്പലങ്ങളും അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് നടക്കുന്ന ഞാൻ എന്നെ പിടിച്ച് ബിഗ് ബോസിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ ഈ മുന്നിൽ നിങ്ങളെല്ലാവരും എന്നെ തേടി വരികയുണ്ടായില്ലേ? അതിന് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഞാൻ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ തേടി എന്നോടുള്ള ഇഷ്ടം കാണിക്കുന്നില്ലേ? ഇത് തന്നെയാണ് എൻ്റെ ബലം. അപ്പോൾ നിങ്ങളെന്താണ് പറയുന്നത്? അതായത് എന്താണ് ചേട്ടനല്ല പുറത്താവണ്ടെന്നാണ് പുറത്തുള്ള പ്രേക്ഷകർ പറഞ്ഞത്. കാരണം വെറുതെ ഇരിക്കുന്ന ആൾക്കാർ അവിടെ ഞാനെന്താ അറിയോ, ഞാൻ എൻ്റെ ബേസിക് നേച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഞാനാണ് ബേസിക് നേച്ചർ. എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഞാൻ വായു വരെ സംസാരിക്കുന്ന ഒരാളാണ്. ഞാനവിടെ പറഞ്ഞു കളിച്ച ഒരാളാണ്. ഞാൻ അല്ലാതെ പറയാതെ കളിച്ച ഒരാളല്ല. ഞാൻ വളരെയധികം പറഞ്ഞ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. പിന്നെ എൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരും സോപ്പിട്ട് എല്ലാവരും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരാളാണ്. ഇപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. പക്ഷേ അവിടെ ഉള്ളപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് വന്നപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? നമുക്ക് എല്ലാത്തിനും കയറി ഇടപെടാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ താൻ വീണ് കഴിഞ്ഞാൽ ഞാൻ തൻ്റെ അടുത്തേക്ക് വരികയും എന്നിട്ട് തന്നെ സഹായിക്കുകയും. പക്ഷെ അവിടെ അങ്ങനെയല്ല. അവിടെ നമ്മളൊരു ഗെയിം കളിക്കാനാണ് പോയത്. അപ്പോൾ ആ ഗെയിം എങ്ങനെ കളിക്കണം എന്ന് എന്നെക്കാളും കൂടുതൽ മീഡിയക്കാരായി നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലേ? എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വരാൻ വേണ്ടി കാത്തിരിക്കാമോ അല്ലേ? അത് മാസ്ക് ഊര്, കൊറോണ ഒന്നുമില്ലേ? അപ്പോൾ ഓക്കെ, മാസ്കൊക്കെ ഊര്. അപ്പോൾ നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും വരാൻ വേണ്ടി കാത്തിരിക്കാവും നിങ്ങൾ അല്ലേ? അത് എടുത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇതേ ഒരു ഐറ്റം തന്നെയാണ് അവിടെ എന്തെങ്കിലും ചെറിയ കാര്യം നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്കൊരു കണ്ടന്റാക്കി ക്രിയേറ്റ് ചെയ്ത് പ്രേക്ഷകർക്ക് വേണ്ടി കളിച്ച ഒരാളാണ് ഞാൻ. പ്രേക്ഷകരെ മനസ്സിൽ കണ്ടുകൊണ്ട് കളിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ കളികൾ ഈ ടോക്സിക് ആയിട്ടുള്ള ആളുകളെയാണല്ലോ ബേസിക്കലി ബിഗ് ബോസിൽ എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി ടോക്സിക് ആകാൻ ശ്രമിച്ചാണ്. ഞാൻ അങ്ങനെ ടോക്സിക് ആകാൻ ശ്രമിച്ചതല്ല. അവിടുത്തെ ഇപ്പോൾ നമ്മൾ ഈ വിചാരിക്കുന്ന പോലെയല്ല ഇതിൻ്റെ ഉള്ളിലൊരു സ്കീമിൽ. കാരണം നമ്മളിപ്പോൾ ഇപ്പോൾ ഈ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വന്ന ഓരോരുത്തരും എനിക്ക് മുഖപരിചയം എത്ര കാലം കഴിഞ്ഞാലും എനിക്കുണ്ടാവും. പക്ഷെ അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 hour കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ ആരാണ് ഇരുന്നതെന്ന് വരെ നമുക്ക് മനസ്സിലാവില്ല. നമ്മുടെ മൈൻഡ് അത്രയും ഗെയിമിൽ ഡെഡിക്കേറ്റഡ് ആയിരിക്കും. നമ്മളിങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എൻ്റെ ബ്രെയിൻ ഫ്രീ ആണ്. ഇപ്പോൾ ഇയാളെ കണ്ടു കഴിഞ്ഞാലും ഒരു കൊല്ലം കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞാലും എനിക്ക് ഓർമ്മ വരും. പക്ഷെ അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം ഇങ്ങനെ ജയിക്കാൻ വേണ്ടി പോയവനാണ് ഞാൻ. 6ാം തമ്പുരാനാവാൻ വേണ്ടി പോയവനാണ് ഞാൻ. ഞാനാണ് 1ാം തമ്പുരാനായിട്ട് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ പ്രസ്ഥാനങ്ങൾ തെറ്റിപ്പോയെന്ന് തോന്നുന്നു. പ്രസ്ഥാനങ്ങൾ ഞാൻ
അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. അതൊക്കെ നമ്മൾ ഞാൻ പറയുന്നത് അറിയോ, അങ്ങനെ തുറന്നു പറയാൻ എന്നോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടല്ലോ, അത് കാരണമാണല്ലോ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുത്ത് വന്നത് അല്ലേ. അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങളിൽ അറിയാമല്ലോ, എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് പെട്ടെന്ന് തന്നെ നല്ല കാര്യങ്ങൾ നമുക്ക് സംസാരിക്കുന്ന നല്ല കാര്യങ്ങൾ. ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം എനിക്ക് ബിഗ് ബോസ് തന്ന ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ്. എന്നെ പോലത്തെ സാധാരണക്കാരൻ ഈ മാറ്റിപ്പിടിക്കൽ എന്ന് പറഞ്ഞ ടാഗിലൂടെയാണ്, ആ ടാഗ് കാരണം മാത്രമാണ് എന്നെ പോലെ സാധാരണക്കാരന് ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയത്. അതെനിക്ക് യൂസ് ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എൻ്റെ ബ്രെയിൻ ഞാൻ പോലും അറിയാതെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നടന്ന ചില അതൊക്കെ ഗെയിമാണ്. അത് ഗെയിമൊക്കെ ഞാൻ അവിടെ ഇട്ടിട്ട് പോകുന്നു എൻ്റെ ചേട്ടന്മാരെ. കുറേ കാര്യങ്ങളിൽ ചെറിയ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ എല്ലാം കൂടി പറയാൻ പറ്റില്ല. പക്ഷെ ഒരു ദിവസം നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരിക്കും. നിങ്ങളെല്ലാവരും എനിക്ക് വേണം, ഓരോ പ്രേക്ഷകരും വേണം. പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ ചേട്ടൻ, എൻ്റെ വൈഫ് അല്ലെങ്കിൽ അമ്മയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഓരോ പ്രേക്ഷകരും ഇപ്പോൾ എന്നെ നെഞ്ചിലേറ്റി തുടങ്ങി. എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മമാരൊക്കെ എൻ്റെ ഫോൺ വിളിച്ചിട്ട് മോനെ ഔട്ടായി പോയതാ, മോനെ എന്നൊരു കരയുമ്പോൾ അതല്ലേ ഏറ്റവും വലിയൊരു അവാർഡ്. അല്ലാതെ വേറെ ഒന്നുമല്ലല്ലോ. നിങ്ങളുടെ സ്നേഹം, ജനങ്ങളുടെ അതായത് പ്രേക്ഷകരുടെ ഇഷ്ടം, അത് ഒരു 5 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് കിട്ടാന്ന് പറഞ്ഞാൽ ഇതിൽ പരം രതീഷ് കുമാറിന് വേറെ ഒന്നുമില്ല. രതീഷ് കുമാർ ഹാപ്പിയാണ്, അതാണ്. പഴയ കണ്ടസ്റ്റന്റുകളെ അനുകരിക്കാൻ നോക്കുന്നൊരു നമ്മള് അനുകരിക്കാൻ നോക്കിയതല്ല. ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞു കളിക്കുന്ന ഒരാളാണ്. നിങ്ങളത് കണ്ടു. അനുകരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇയാളെ എടുത്ത് ഞാൻ ദേഷ്യപ്പെട്ടു, ഇയാളുടെ റിയാക്ഷൻ ഉണ്ടാവില്ലേ? ഇയാളിപ്പോ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്താണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് ദേഷ്യപ്പെടും. അപ്പൊ ഞാൻ പറയാണ്, ഇയാളെ ഈ താടി വെച്ച എന്താ പേരെന്താ പറഞ്ഞോ, വൈശാഖ്. ഈ വൈശാഖിനെ താൻ അനുകരിച്ചതെന്ന് പറഞ്ഞാൽ എന്താവും? അതായത് എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടാൽ തിരിച്ച് ദേഷ്യപ്പെടാൻ എനിക്കറിയാം, തൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട് തൻ്റെ തിരിച്ചു ദേഷ്യപ്പെടാൻ അറിയാം. അതിന് വൈശാഖ് മുമ്പ് ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം എന്ന് വെച്ചിട്ട് എപ്പോഴും വൈശാഖിനെ അനുകരിക്കാന്ന് പറയാൻ പറ്റും. അതാണ് അവിടുത്തെ രീതി. ഞാനൊരാളെയും അനുകരിച്ചിട്ടില്ല. പക്ഷെ ആൾക്കാർ പറയട്ടെ, എനിക്കത് വിഷയമേ അല്ല. കാരണം വെച്ചാൽ അത് അവരുടെ അഭിപ്രായം. നമ്മൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം. പിന്നെ കൂടുതലായിട്ട് പറയുന്നത് സ്ത്രീകളോട് കൂടുതൽ കരുത്ത് സംസാരിക്കുന്നു, അടിപൊളി ഉണ്ടാക്കുന്നു. ഞാൻ എല്ലാവരോടും നടന്ന് ചൊറിയാൻ പോയി. ഞാനുള്ള കാര്യം പറയാലോ, സ്ത്രീകളെന്നല്ല ആണുങ്ങളായാലും സകല ആൾക്കാരോടും എൻ്റെ ബേസിക് ഞാൻ പറഞ്ഞു കളിച്ച ഒരാളാണ്. എൻ്റെ ബേസിക് ജീവിതത്തിൽ ഇല്ലാത്ത ചൊറിയലാണ്. ജീവിതത്തിൽ ഞാൻ എല്ലാവരോടും കയറി ചൊറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പരിചയക്കാരുണ്ടാവില്ല, കൂട്ടുകാരുണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെയല്ല. എന്ന് വെച്ചിട്ട് നിങ്ങൾ ഫേക്ക് കളിയാണോ കളിച്ചത്? അതുമല്ല. ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു എന്തെങ്കിലും മോഷണം നടത്തിയ ഒരാൾ, അയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചു, എല്ലാം കഴിഞ്ഞിട്ട് അയാൾ ബിഗ് ബോസിൽ പോയിട്ട് അയാൾ അവിടെ കക്കുന്നില്ല. അപ്പൊ വൈശാഖന്റെ അടുത്ത് ചോദിക്കുന്നത്, താൻ കക്കുന്ന ആളല്ലേ, തനിക്ക് കത്തോടുള്ളൂ, താൻ എന്താ കക്കാത്തത്? താൻ കക്ക്, അങ്ങനെ പറ്റില്ലോ, താൻ കക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ലല്ലോ. അയാൾക്ക് നന്നാവുന്ന ഒരു അവസരം കൊടുക്കണം. അതേപോലെ തന്നെ ചിരിക്കണ്ട. ഇയാളുടെ പേരെന്താ പറഞ്ഞു? ജിമ്മി ഭയങ്കര ചിരിയാണ്. അപ്പൊ ഇയാളുടെ പേരെന്ന് പറഞ്ഞു സിനൻ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ സ്വഭാവം, എന്റെ ബേസ് വർത്തമാനമാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഇവിടെ നിന്നിട്ട് നിങ്ങൾ പറയണ ഒരു 2 മണിക്കൂർ എന്നോട് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ എന്റെ മക്കൾ, എന്റെ മോളും അവരൊക്കെ ഇവിടെ കാത്തിരിക്കുന്ന കാര്യമാണ്. അപ്പൊ എന്താ സംഭവിച്ചത്, എന്റെ ബേസ് സംസാരമാണ്. ഞാൻ പറഞ്ഞു കളിച്ച ഒരാളാണ്. എനിക്ക് വേണമെങ്കിൽ അവിടെ പറയാതെ കളിക്കാമായിരുന്നു. നിങ്ങളോടെല്ലാവരും അതാണ് ഫേക്ക്. ഞാൻ പറഞ്ഞു ഓരോ കാര്യങ്ങൾ കളിച്ചുകൊണ്ടിരുന്നു. അത് എൻ്റെ സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ്. ഞാൻ സ്ട്രേറ്റ് ഫോർവേഡാണ്. ഒറ്റയ്ക്ക് നിന്ന് കളിച്ചവനാണ് ഞാൻ. അത് ഒരാളെ അനുകരിക്കണതല്ല. എനിക്ക് മുമ്പുള്ള സീസണുകളിൽ അവരൊറ്റപ്പെട്ടു എന്ന് വിചാരിച്ച് എനിക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ പാടില്ല എന്നില്ലല്ലോ. ഉണ്ടോ വൈശാഖ്? ഇത് പറയണം, എന്നെ കൊല്ലരുതേ. ഞാൻ പറഞ്ഞില്ല, എല്ലാവരും നല്ല ഗെയിമേഴ്സാണ്. ഞാൻ വിചാരിച്ചത്, ഞാൻ ബിഗ് ബോസിൽ പോകുമ്പോൾ വിചാരിച്ചത് 19 പേരുണ്ടെങ്കിൽ അതിൽ 18 പേരും എന്നേക്കാളും വളരെ കഴിവുള്ള ഒരാളാണ് ജിമ്മി. എന്നെക്കാളും വളരെ കഴിവുള്ളതാണ്. അവരെ തരണം ചെയ്ത് എനിക്ക് എങ്ങനെയും നിൽക്കണം. ഇപ്പം എല്ലാവരും പറയുന്നുണ്ട്, എൻ്റെ ചേട്ടൻ എന്നെ സല്യൂട്ട് അടിച്ചു, എൻ്റെ 2 ചേട്ടന്മാരെ എന്നെ സല്യൂട്ട് അടിച്ചു. നീ ഭയങ്കര ബുദ്ധിമാനാണല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ബുദ്ധിയൊക്കെ എവിടുന്ന് വന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ തരണം ചെയ്ത് എങ്ങനെയും നിൽക്കണം എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് പ്രയോഗിച്ചത്. എന്നെക്കാളും എത്രയോ മടങ്ങ് കഴിവുള്ള. ഒന്നാമത്തെ കാര്യം നിങ്ങൾ ആലോചിക്കണം, ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ അങ്ങനെ കഴിവില്ലാത്ത ആൾക്കാരൊന്നും എത്തിപ്പെടില്ല. പിന്നെ എൻ്റെ വിഷൻ ശരിയാണ്, ഞാൻ നന്നായി ഗെയിം കളിച്ച ഒരാളാണ്. പക്ഷെ അതറിയില്ല. ബിഗ് ബോസ് മാറ്റിപ്പിടിക്കലാണ്, അൺപ്രെഡിക്റ്റബിളാണ്, എന്തും സംഭവിക്കാം. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഫ്ലൈറ്റിൽ കയറാത്ത എന്നെ ബിഗ് ബോസ് ഫ്ലൈറ്റിൽ കയറ്റിയുള്ളൂ.
മനസ്സിലായില്ലേ? ഇന്നേ വരെ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. ഞാൻ പോകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വഴി ചോദിച്ചു പോകില്ലേ, അതേപോലെ ഞാൻ പോയിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ നുണ പറയുന്നത്? നമ്മൾ ഫ്ലൈറ്റിൽ കയറി തന്നെ ബിഗ് ബോസ് ഏഷ്യാനെറ്റിൻ്റെ ചിലവിൽ ബിഗ് ബോസ് തന്നെ ഫ്ലൈറ്റിൽ കയറ്റി വളരെയധികം നല്ല രീതിയിലാണ്. ഇപ്പോൾ ഒന്നും വേണ്ട, ഞാൻ എവിക്റ്റായി, എൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ഒരു തരി കോൺഫിഡൻസ് എന്നിൽ നിന്ന് കുറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടില്ല. സിന കണ്ടോ? ഇല്ല. അപ്പൊ അതാണ് സംഭവം. കണ്ടുപേരെന്താ പറഞ്ഞു? നന്ദി. ഓക്കെ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ച് കിട്ടിയ പ്ലാറ്റ്ഫോമാണ്. എനിക്ക് എന്തും കിട്ടുന്നത് ബോണസാണ്. കപ്പടിക്കാൻ പോയവന് തന്നെയാണ്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളാൽ അത് അങ്ങനെ സംഭവിച്ചു. ഒരു വൈൽഡ് കാർഡ് എൻട്രി പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒന്നും അറിയില്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്നോ? എനിക്ക് അതൊന്നും അറിയില്ല. വൈൽഡ് കാർഡ് എൻട്രി പ്രതീക്ഷിക്കുന്നു അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് കിട്ടിയൊരു അവസരം നന്നായി യൂസ് ചെയ്തു. ഇനിയും എനിക്ക് വല്ല അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നന്നായി യൂസ് ചെയ്യും. അത് കളി മാറ്റി പിടിക്കലിന്റെ എക്സ്ട്രീം ഇടും. ഞാൻ തന്നെ പറഞ്ഞു കളിക്കണതിന്റെ ഭാഗമായിട്ട് ഞാനും ജിൻഡോയും കൂടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, ഈ ആഴ്ച ഞാൻ ഹ്യൂമർ ട്രാക്ക് പിടിക്കാനുള്ള പരിപാടിയായിരുന്നു. പ്രേക്ഷകരെ മൊത്തം പോക്കറ്റിലാക്കി എന്നെ ഹൃദയത്തെ ഏൽക്കുന്ന തരത്തിലുള്ള കളികൾ കളിക്കാൻ ഞാൻ മനസ്സുകൊണ്ട് പ്രിപ്പയർഡ് ആയിരുന്നു. ജിൻഡോനെ ഞാനും കൂടിയിട്ട് ഒരു കളി കളിക്കാനുള്ള പരിപാടിയായിരുന്നു. അത് കുറേ സിനിമകളിലെ ആ ഒരു സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. പക്ഷെ അത് എൻജോയബിൾ ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. കാരണം ജിൻഡോ എനിക്ക് അത്രയും നല്ലൊരു വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. ജിൻഡോ എൻ്റെ കൂടെ ഇവിടുന്ന് പോയപ്പോൾ ഞാൻ പോകുന്നപ്പോൾ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ജിൻഡോയാണ്. പക്ഷേ ഞാൻ അവിടെ ഓരോ കണ്ടസ്റ്റന്റിനെയും അത് ടെലികാസ്റ്റിംഗ് വന്നോന്ന് എനിക്കറിയില്ല. ഞാനൊരു ഗെയിമറാണ്. ഞാൻ ഗെയിം ചെയ്യാൻ വേണ്ടി പോയതാണ്. 19 പേരും എനിക്ക് എതിരാളികളാണ്. താനിപ്പോൾ ഗെയിം കളിക്കുന്നത് മോശമായി പോയാൽ ഞാൻ അവിടെ ചെന്നാണ് എനിക്ക് തന്നെ വെട്ടി വീഴ്ത്താൻ പറ്റുള്ളൂ. ആ ഗെയിം സ്ട്രാറ്റജി ഇതുവരെ ആരെങ്കിലും ചെയ്തതായിട്ട് എനിക്കറിയില്ല. ഉണ്ടോ ഇയാള്? അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഫൈറ്റ് ചെയ്ത് ഒരു വേറെ തരത്തിലുള്ള ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു. പാളിപ്പോയി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പാളിപ്പോയെങ്കിൽ ഇക്കണ്ട ക്യാമറകൾ എൻ്റെ മുമ്പിൽ വരില്ലായിരുന്നു. പാളിപ്പോയി എന്ന് വിചാരിക്കുന്നില്ല. ഇനി എൻ്റെ ചേട്ടന്മാര് പറയുന്നു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് തരംഗം സൃഷ്ടിച്ചു. ഒരാഴ്ച കൊണ്ട് ഞാൻ ഗെയിം 1, അതായത് ഞാൻ അവിടെ കടന്ന അന്ന് മുതൽ ഗെയിം കളിക്കാൻ തുടങ്ങുന്നു. സാധാരണ ആൾക്കാർ 4 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞ ആൾക്കാർ പഠിച്ചിട്ട് ഗെയിം കളിക്കുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സാധാരണക്കാരനാണ്. ഞാൻ ഒരു PR അങ്ങനെയൊന്നും ഒരാളെ ഏൽപ്പിക്കാതെ ചെന്ന് കിട്ടുക. എൻ്റെ ഫേസ്ബുക്കിലൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും. ഞാൻ അങ്ങനെയൊന്നുമല്ല. ജനങ്ങൾക്ക് വേണമെങ്കിൽ മതി, ജനങ്ങൾക്ക് എന്നെ വേണ്ട. അപ്പം ഞാൻ ഔട്ടായി ഞാൻ ഒരു പ്ലാനിങ്ങും ഇല്ല. ഒരു സാധാരണക്കാരനെ എനിക്ക് എന്ത് പ്ലാനിങ്ങും ഞാൻ ഒരു പ്ലാനിങ്ങും ഇല്ല. ഞാൻ പ്രോഗ്രാംസ് ഒക്കെ പണ്ട് 10 വർഷം മുമ്പ് ചെയ്തു തന്നു പ്രോഗ്രാംസ് ഒക്കെ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതം വേണോ പ്രോഗ്രാം വേണോ മുന്നോട്ട് നീങ്ങാൻ. അപ്പം ഞാൻ എൻ്റെ പ്ലാനിങ് ഇല്ലെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞുതരാം. അതായത് ബിഗ് ബോസ് എന്ന് ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്നത് വൈശാഖ് എനിക്ക് സ്ക്രിപ്റ്റ് ചെയ്ത് തന്നിട്ടാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. വൈശാഖ് ചോദ്യങ്ങൾ മുമ്പേ തന്നെ എനിക്ക് വാട്സപ്പ് ചെയ്ത് തന്നിട്ടായിരുന്നു, ഏട്ടാ അങ്ങനെയൊക്കെ പറയണമെന്ന്. അതാണല്ലോ ഞാൻ സംസാരിക്കുന്നത്, അല്ലേ? ആണോ? അതാണ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ബിഗ് ബോസിൽ പോകുന്ന നിങ്ങൾ എന്നെ വിശ്വസിക്കുക. എനിക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ പ്ലാൻ ചെയ്ത് പോകുന്ന ഒരു മേഖലയല്ല ബിഗ് ബോസ്. സിനിമ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഞാനൊക്കെ ചോദിക്കുമ്പോൾ ഇതേപോലെ പറയണം, എന്നാലും എനിക്ക് തന്നേൽ ഇടാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഞാനിവിടെ ഫേസ് ചെയ്യുന്നത് ഓപ്പണായിട്ടാണ് ഫേസ് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഓപ്പണായിട്ടാണ് ഫേസ് ചെയ്യുന്നത്. ഞാൻ ബിഗ് ബോസ് എനിക്ക് വലിയൊരു പ്ലാറ്റ്ഫോം തന്നു. ബിഗ് ബോസ് എനിക്ക് എല്ലാം ആണ്. ബിഗ് ബോസാണ് എനിക്ക് എല്ലാം തന്നത്. ബിഗ് ബോസിനെ ഞാൻ ഇപ്പോഴും ഞാൻ തൊഴിലാണ്. ബിഗ് ബോസ് ഇസ് എ വെരി ഗുഡ് ഷോ. ബിഗ് ബോസ് എനിക്ക് തന്ന ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ ജീവിതത്തിൽ മരണം വരെ മറക്കാൻ പറ്റില്ല. ബിഗ് ബോസ് ചെയ്തത് എന്തോ അത് ആക്സെപ്റ്റ് ചെയ്ത് അടിപൊളിയായിട്ടാണ് ഞാൻ ഹാപ്പി ആയിട്ട് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് മനുഷ്യനല്ലേ കൂട്ടോ. അപ്പൊ പറഞ്ഞത് തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ പിന്നെ നമുക്ക് സംസാരിക്കാം. അതൊന്നും അല്ലല്ലോ, നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. ഗെയിമൊക്കെ ഞാൻ അവിടെ കളഞ്ഞു വന്നു. ഇപ്പൊ ഞാൻ ചൊറിയനാണോ? എനിക്ക് ചൊറിയന്റെ അവാർഡ് കിട്ടി, കോമാളിയുടെ അവാർഡ് കിട്ടി, തരികിടയുടെ അവാർഡ് കിട്ടി. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ നാട് തൃശ്ശൂരാണ്, പൂവനത്താണ്. നിങ്ങൾ ഓരോരുത്തരും ചെന്നിട്ട് രതീഷ് കുമാർ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളവിടെ പറയും രതീഷ അവൻ ഇങ്ങനെയല്ല എന്ന് പറയും. എന്ന് വെച്ച് ഞാൻ ഫേക്കാണെന്ന് നിങ്ങൾ പറയരുത്. നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മളൊരു ക്യാരക്ടർ ചെയ്യല്ലേ. അതേപോലെ ബിഗ് ബോസിൽ പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരാഴ്ച കൊണ്ട് എനിക്ക് തരംഗമുണ്ടാക്കാൻ പറ്റിയെന്ന് ആൾക്കാർ എനിക്കറിയില്ല. ഞാൻ സാധാരണക്കാരായിട്ട് പോയില്ല. ഇപ്പോഴും ഞാൻ സാധാരണക്കാരായിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ നിങ്ങളെല്ലാവരും വരുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു. ഞാൻ പഴം വിഴുങ്ങിയ പോലെ ഇരുന്ന എൻ്റെ വൈശാഖ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ഈ മൈക്കൊക്കെ പിടിച്ച് സംസാരിക്കും. നമുക്ക് പിന്നെ സംസാരിക്കാം. ഇത്ര നേരം ഞാൻ സംസാരിച്ചു, പിന്നെ സംസാരിക്കാം. നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിച്ചു. അതിന്റെ തെളിവാണ് നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് വന്നത്. പഴശ്ശേരി യുദ്ധം തുടങ്ങിയിട്ടേ ഉള്ളൂ, കമ്പനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഇനിയും എന്നിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുവോ അതൊക്കെ
വരാൻ ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ, എല്ലാ പ്രേക്ഷകരും എൻ്റെ കൂടെ നിൽക്കട്ടെ. ഗെയിം കളിച്ച് മതിയായിട്ടില്ലൂ എന്നാരാ പറഞ്ഞത്? പ്രണയമായിട്ട് തോന്നി. പ്രണയമായിട്ട് തോന്നി. അത് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഇടാ, നിങ്ങൾ അകലെ നിന്ന് കാണുമ്പോൾ എനിക്കും അത് തോന്നി. ഞാൻ പറഞ്ഞു കണ്ടുണ്ടായിരിക്കാം ചിലപ്പോൾ. അത് പ്രണയമാണല്ലെന്ന് എനിക്ക് തന്നെ അറിയില്ല. മനസ്സിലായില്ലേ? അത് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രണയം. ഞാൻ അതൊന്നും ചിന്തിക്കുന്നില്ല. കാരണം എൻ്റെ മൈൻഡ് ഫുള്ള് ഗെയിമാണ്. സത്യം പറയാം, ഗെയിം കളിച്ച് മതിയായിട്ടില്ല. ഇപ്പോഴും എനിക്ക് ത്രില്ഡാണ്. എനിക്ക് ഗെയിം കളിച്ച് മതിയായിട്ടില്ല. എന്നിൽ നിന്ന് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ പോട്ടെ. ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ്. എൻ്റെ ബിഗ് ബോസ് മുത്താണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം കേട്ടോ. വീണ്ടും കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ അവസരം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സമയം കൊണ്ട് ഇത്രയും എനിക്ക് സംസാരിക്കാൻ പറ്റി. വെരി താങ്ക് യു. നിങ്ങൾക്ക് ഭയങ്കര സാധനങ്ങളാണ്. എൻ്റെ പറ്റുമോ? എന്നെ പെട്ടെന്ന് ഹീറ്റാക്കാൻ പറ്റുമോ? എൻ്റെ അച്ഛൻ എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ നോക്കൂ കേട്ടാ. ഇവരാണ് എൻ്റെ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണുനീര് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു സാധാരണക്കാരനാണ്. എൻ്റെ ഹൃദയങ്ങളെ ഓർത്തപ്പോഴാണ് അറിയാതെ കണ്ണുനീരൊക്കെ വന്നിട്ടുള്ളത്. അത് അങ്ങനെയാണ്, നമ്മുടെ ജീവിതം അങ്ങനെയാണല്ലോ അല്ലേ? ഇയാളുടെ പേരെന്താ? മിഥുൻ. ഓക്കെ. ഇത് ഇതാണ് അമ്മു. അവിടെ അമ്മു ചേച്ചി എന്ന് പറയാല്ലേ, അത് ഗിരിയേട്ടൻ. ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൽ പോവാൻ ആഗ്രഹിച്ച ആളാണ്. വേണ്ട പോണ്ട, ഗിരിയേട്ടാ വീട്ടിൽ നിന്നാ മതി. അമ്മയ്ക്ക് ഭയങ്കര സങ്കടം. അമ്മ, ഞാൻ അവിടെ എനിക്ക് ഭക്ഷണം കിട്ടുന്നില്ല, വിളിച്ചപ്പോഴെന്നെ ചോദിച്ചത്, ഭക്ഷണം കിട്ടില്ലടാ മോനെ മതിടാ മോനെ, നീ ഇങ്ങോട്ട് വാടാ, നീ കുട്ടാ മതിടാ കുട്ടാ അല്ലേ? ഓക്കെ, അമ്മ ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്.